നമസ്കാരം. 2 ആഴ്ച മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കടലിലേക്ക് ഒരു വളരെ വലിയ കപ്പൽ വ്യൂഹത്തെ അയച്ചത്. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും കരുത്തുറ്റ വിമാനവാഹിനിയായിട്ടുള്ള യുദ്ധക്കപ്പൽ, ഒപ്പം മറ്റ് നിരവധി കപ്പലുകൾ അങ്ങോട്ട് അയച്ചിട്ട് ട്രംപ് പറഞ്ഞ ഇതാണ്: ഇറാൻ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശക്തമായ യുദ്ധമുണ്ടാകും, അടിയുണ്ടാകും എന്നാണ്. ഇറാനിൽ നടന്ന പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക വന്നതായിട്ട് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് ആ പ്രക്ഷോഭമൊക്കെ അദ്ദേഹം മറന്നുപോയി. പിന്നെ പറഞ്ഞു, ഇറാൻ അവരുടെ ന്യൂക്ലിയർ പരിപാടി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്ത? അബ്രഹാം ലിങ്കൺ വന്നു, അബ്രഹാം ലിങ്കൺ തിരികെ പോയി. അർമദ വന്നു, അർമദ പോയി. ഇപ്പോൾ ഇറാനിൽ നിന്നും ഏതാണ്ട് 1400 കിലോമീറ്റർ അകലെയാണ് അബ്രഹാം ലിങ്കണും സംഘവും താവളമടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊക്കെ രസകരമായിട്ടുള്ളൊരു കാര്യം, ബെഞ്ചമിൻ നെതന്യാഹു വെച്ച് പിടിച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. നെതന്യാഹുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്, അതിയാൻ യാതൊരു വിധമായിട്ടുള്ള സമാധാനവുമില്ല. അദ്ദേഹം ട്രംപിനോട് ഇറാനുമായിട്ടുള്ള ചർച്ച എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണും, കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നു കയറി അവിടെ ആക്രമണം നടത്തിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അലസിപ്പോകാൻ വേണ്ടി മാത്രമായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ 5 റൗണ്ട് ചർച്ചകൾ നടന്നു. 6ാമത്തെ റൗണ്ട് ചർച്ച നടക്കുന്നതിന് മുമ്പ് അത് നടക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ആ സമയത്ത് യുദ്ധമൊക്കെ സംഭവിച്ചതുകൊണ്ട് ചർച്ച അലസിപ്പോയി. ഇനി മേലാൽ ഇറാനും അമേരിക്കയും തമ്മിലൊരു ചർച്ച ഉണ്ടാകില്ല എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു നെതന്യാഹു. എന്നാൽ ട്രംപ് ഒന്നുന്നിയാൽ അങ്ങേരത് നേടിയിട്ടേ അടങ്ങും. അങ്ങേര് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇറാനും ഞങ്ങളും തമ്മിൽ ചർച്ച നടത്തും. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കണം, അത് ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഉപരോധം നീക്കാൻ വേണ്ടി അമേരിക്കയും ഇറാനും തമ്മിൽ 4-5 റൗണ്ട് ചർച്ചകൾ നടന്ന് 6ാമത്തെ റൗണ്ടിലേക്ക് പോയപ്പോൾ നെതന്യാഹുവിന് പേടിയായി. ട്രംപെങ്ങാനും ഇറാന്റെ ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇത്രയേറെ ഉപരോധമൊക്കെ ഉണ്ടായിട്ടും ഇറാൻ അങ്ങേയറ്റം കരുത്തുറ്റ ഒരു രാജ്യമാണ്, അവരെ ഒന്നും ചെയ്യാൻ തങ്ങൾക്ക് പറ്റില്ല എന്ന് നെതന്യാഹുവിന് അറിയാം. അപ്പോൾ ഇറാനെ എങ്ങനെയും ശിഥിലീകരിക്കുക, അവരുടെ മേലുള്ള ഉപരോധം ഒരു കാലത്ത് നീങ്ങാതിരിക്കുക, അവർ ഉപരോധത്തിൽ വീർപ്പുമുട്ടി സാമ്പത്തികമായിട്ട് തകർന്നു പോവുക, അവരെ നിരായുധീകരിക്കുക, അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാതിരിക്കുക, അവർ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നെതന്യാഹുവിനുണ്ട്. കാരണം ഇസ്രായേലിന് ആകപ്പാടെ ആ റീജിയനിൽ പേടിക്കാനുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ്. ഇപ്പോൾ ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ് ട്രംപ് ആക്രമിക്കാതെ പോയത് ഇറാനെ അമേരിക്ക ഭയക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മറിച്ച് അമേരിക്ക ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം. അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ അവരവരുടെ യുദ്ധക്കോപ്പുകളും പട്ടാളക്കാരുടെ അധ്വാനവും ഒക്കെ ഉപയോഗിക്കുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക ചെറുവിരൽ അനക്കില്ല. അമേരിക്ക എന്ന രാജ്യം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന രാജ്യമാണ്. എവിടെ പോയി യുദ്ധം നടത്തണമെങ്കിലും അവർക്ക് അവിടെ നിന്നും എന്തെങ്കിലും കാര്യമായിട്ട് അങ്ങോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ, അല്ലാത്ത പക്ഷം അവരത് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇറാനെ ആക്രമിക്കാനുള്ള യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറാനെ ഒന്ന് അടിച്ചേക്കാം എന്ന് ആഗ്രഹിച്ച് വെറുതെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നല്ലപോലെ അറിയാം ട്രംപിന്, അതായത് ഇറാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കില്ല, അതവർക്ക് പറ്റുന്ന കാര്യമല്ല. അമേരിക്ക ഒരുപാട് ദൂരെയാണ്. പക്ഷെ അമേരിക്കയ്ക്ക് ഒരുപാട് സ്വത്തുക്കൾ മിഡിൽ ഈസ്റ്റിലുണ്ട്, പലയിടത്തും അവരുടെ താവളങ്ങളുണ്ട്. ഇറാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നേരിട്ടടിക്കാൻ പറ്റത്തില്ല, പക്ഷേ അമേരിക്കയ്ക്ക് എന്തെല്ലാം സെറ്റപ്പുകൾ ഇവിടെ ഉണ്ടോ അതെല്ലാം ഞങ്ങളുടെ ടാർഗറ്റിലുണ്ട്, അവയെ ഞങ്ങൾ ആക്രമിക്കും, ഒരു സംശയവുമില്ല. തന്നെയുമല്ല, ഇറാൻ പറഞ്ഞിരുന്നു, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയ ആക്രമണം ഉണ്ടായാൽ പോലും ഞങ്ങൾ അതിനെ സമ്പൂർണ്ണ യുദ്ധമായിട്ടേ കാണൂ, അതിനെ ഒരു ചെറിയ ആക്രമണമായിട്ട് ഞങ്ങൾ കാണില്ല. അപ്പോൾ ഇങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്ക നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ആക്രമിക്കും. അതിനൊക്കെ മുമ്പേ ഞങ്ങൾ ആദ്യം ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കും. അവർ പറഞ്ഞത് ഞങ്ങളുടെ ആദ്യത്തെ ആക്രമണം ടെലവീവിന് നേരെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുകയും അബ്രഹാം ലിങ്കൺ കപ്പലിനെ ഒബ്സർവ് ചെയ്യാൻ അവർ ഡ്രോണുകളെ നിയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ട്രംപിനും ഒരു പേടി ഉണ്ടായി. കാരണം കഷ്ടകാലത്തിന് അങ്ങോട്ട് ആക്രമിക്കാതെ തന്നെ ഇറാൻ ഇങ്ങോട്ടെങ്ങാനും കയറി എന്തെങ്കിലും ചെയ്താൽ
പിന്നെ തിരിച്ചടിക്കേണ്ടി വരും. തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ലിങ്കന്റെ അവസ്ഥ എന്താകും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറാന്റെ മിലിറ്ററി കേപ്പബിലിറ്റിയെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ യാതൊരു വിധമായിട്ടുള്ള ധാരണയുമില്ല. അതുകൊണ്ട് അവർ എന്ത് തന്നെ ചെയ്യില്ല എന്നവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരു കാരണവശാലും ശരി പേർഷ്യൻ ഗൾഫിൽ വന്ന് ഇറാനെ ആക്രമിക്കുക എന്നൊരു അജണ്ട ട്രംപിനുണ്ടായിരുന്നില്ല. ട്രംപിനുണ്ടായിരുന്നത് ഇറാനെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. അത് അദ്ദേഹം സാധിച്ചു. ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിൽ വെച്ച് ഒരു ചർച്ച നടന്നു കഴിഞ്ഞു. ആ ചർച്ച വളരെ നല്ല ചർച്ചയായിരുന്നു എന്നാണ് ഇറാൻ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യം ഇറാനുമായിട്ട് ഒരു സമവായത്തിലെത്തി ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കുക എന്നത് തന്നെയാണ്. എന്നാൽ അതൊരു കാരണവശാലും സംഭവിക്കരുത് എന്ന് ഇസ്രായേലിന് നിർബന്ധമുണ്ട്. ഇസ്രായേലിന് അത് മാത്രമല്ല, ഇസ്രായേൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല, അവർ ന്യൂക്ലിയർ പരിപാടി നിർത്തിവെക്കണം. ഇറാൻ പറഞ്ഞ എന്താണ്? ഞങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഉണ്ടാക്കത്തില്ല, അങ്ങനെ ഒരു അജണ്ട ഞങ്ങൾക്കില്ല, ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി പരിശോധിക്കാം. ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞാണ്, ആർക്ക് വേണമെങ്കിലും കടന്നു കയറി പരിശോധിക്കാം, ഞങ്ങളുടെ പക്കൽ ന്യൂക്ലിയർ ബോംബില്ല, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ യുറാനിയം എൻറിച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളത് ചെയ്യും. പക്ഷേ അതും ഞങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എൻറിച്ച് ചെയ്ത യുറാനിയം ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. അമേരിക്ക പക്ഷേ ഉപരോധം പിൻവലിക്കണം. ഇറാൻ പറഞ്ഞ കാര്യമാണ്. ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹവുമില്ല, അവരുണ്ടാക്കുന്നില്ല. ഇതുവരെ എൻറിച്ച് ചെയ്ത യുറാനിയം ഡൈല്യൂട്ട് ചെയ്ത് അത് നിർവീര്യമാക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ അമേരിക്ക ഉപരോധങ്ങൾ പിൻവലിക്കണം. പിന്നെ രണ്ടാമത് നെതന്യാഹുവിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾ നിർത്തിവെക്കണം. ഇറാൻ ഉണ്ടാക്കുന്ന മിസൈലുകളുടെ പരമാവധി റേഞ്ച് 500 കിലോമീറ്റർ ആയിരിക്കണം, അതിനപ്പുറത്തേക്ക് അത് പോകരുത്. എന്നാൽ കഴിഞ്ഞ തവണ യുദ്ധം നടന്നപ്പോൾ ഇസ്രായേലിൽ 1400 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രായേലിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെന്ന് പതിച്ചു. അപ്പോൾ ഇറാനിൽ നിന്ന് നേരിട്ട് മിസൈലുകൾ തങ്ങളുടെ നേർക്ക് വരാതിരിക്കാൻ വേണ്ടി അവർ മിസൈൽ ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ മിസൈൽ ഉണ്ടാക്കും, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും, ഞങ്ങൾ എവിടെയും കയറി ആക്രമിക്കും, ഞങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ ഇറാൻ ചെയ്യാൻ പാടില്ല. ഇറാൻ പറഞ്ഞു, പോയി പണി നോക്കടൂ, നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ന്യൂക്ലിയർ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പണ്ടെന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത് അമേരിക്ക ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചർച്ച. അല്ലാതെ ഞങ്ങൾക്ക് വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല, ഒരു സമ്മർദ്ദം കൊണ്ടുമല്ല. ഞങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഉണ്ടാക്കുന്നുമില്ല, അതിന് ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പകരം അമേരിക്ക ഉപരോധം പിൻവലിക്കണം. ഇനി മൂന്നാമത് നെതന്യാഹുവിന് വേറൊരു ആവശ്യം കൂടെ ഉണ്ട്. അതിതാണ്, ഇറാൻ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അയൽ രാജ്യങ്ങളിൽ ലെബനോനിലും മറ്റും പാരാമിലിറ്ററി ഫോഴ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ. ഇവർക്ക് പണം കൊടുക്കുന്നതും ആയുധം കൊടുക്കുന്നതുമെല്ലാം ഇറാനാണ്. അവരെ തീവ്രവാദി ഗ്രൂപ്പുകൾ എന്നാണ് ഇസ്രായേൽ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഒരു തീവ്രവാദി രാജ്യമായിട്ട് ഞാൻ കാണുന്നത് ഇസ്രായേലിനെയാണ്. കാര്യം അവർ തോന്നിടത്തൊക്കെ കയറി ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ ഈ ഹൂതികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും എപ്പോഴും അവർക്ക് നേരെയുള്ള, ഇറാൻ്റെ നേരെയുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന അഹങ്കാരത്തിനുള്ള മറുപടിയായിട്ടോ മാത്രമാണ് ആക്രമണം നടത്തുന്നത്. അവരെവിടെയും പോയിട്ട് ബോംബ് പൊട്ടിക്കുകയോ ആൾക്കാരെ വെറുതെ കൊല്ലുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും റൂൾ ഔട്ട് ചെയ്തിരിക്കുകയാണ് ഇറാൻ. അങ്ങനെ ഒരു സംഭവമേ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ചർച്ച ചെയ്യുന്നെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം, അതെന്താണ്? ന്യൂക്ലിയർ വിഷയം. അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആ കാര്യത്തിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അവർ പറയുന്ന ഗ്യാരണ്ടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പകരം അവർ ഉപരോധം നീക്കണം. ഈ ഉപരോധം നീങ്ങരുത് എന്നതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. മറ്റെല്ലാം അവരുടെ ആവശ്യങ്ങളാണെങ്കിലും ഇറാൻ്റെ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉപരോധമെല്ലാം ഉണ്ടായിട്ട് പോലും ഇറാൻ ഒരു കരുത്തുറ്റ രാജ്യമാണ്. അപ്പോൾ ഉപരോധം കൂടി നീങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വളർച്ച സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഒക്കെയുള്ള അവരുടെ വളർച്ച എന്ന് പറയുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമായിരിക്കും. ഇസ്രായേലിന് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൊടുത്തിട്ടും ഇറാൻ്റെ മുമ്പിൽ അടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് അവർക്കില്ല. ഇറാനുമായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ തവിട് പൊടിയാവും, അവർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ ഉപരോധത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇത്രയേറെ കരുത്ത് ഇവരുണ്ടാക്കിയെങ്കിൽ ഉപരോധം കൂടി നീങ്ങിക്കഴിഞ്ഞാൽ ഇറാനെ സ്പർശിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഒരു കാരണവശാലും ശരി ട്രംപ് ഇവരുടെ മേലുള്ള ഉപരോധം നീക്കരുത് എന്ന് പറയാൻ വേണ്ടിയും അതിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയുമാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ട്രംപ് എന്ത് നിലപാടായിരിക്കും അതിലെടുക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് ട്രംപ് നീങ്ങുന്നത് ഇറാനുമായിട്ട് രമ്യമായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, ഇറാൻ്റെ ഉപരോധം നീക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് ഇറാനെ ആക്രമിക്കണമെന്ന് ആഗ്രഹമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, അമേരിക്കയിലുള്ള ചില യഹൂദന്മാരെ, ചില വമ്പന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി
തനിക്ക് ഇറാനോടുള്ള സമീപനം അവരെ പോലൊക്കെ തന്നെയാണ് എന്ന് കാണിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ കോപ്രായമെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അൾട്ടിമേറ്റ്ലി അവസാനം ആത്യന്തികമായിട്ട് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇറാൻ്റെ ഉപരോധം നീക്കുക എന്നത് തന്നെയാണ്. അത് സംഭവിക്കുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും ചിലപ്പോൾ അമേരിക്ക അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് കണ്ടാൽ ഇസ്രായേൽ ആത്മഹത്യാപരമായ ഒരു നീക്കം ഇറാനെതിരെ നടത്തിയേക്കും. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. താങ്ക് യു.